ടോണി റോബിൻസ് പറയുന്ന ഒരു സംഭവമുണ്ട്, സ്റ്റേറ്റ് സ്റ്റോറി സ്ട്രാറ്റജി. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ അതിനനുസരിച്ചിരിക്കും നിങ്ങൾ അവിടുന്ന് ഉണ്ടാക്കുന്ന സ്റ്റോറി, അതുപോലെ നിങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി. സോ നിങ്ങൾ രാവിലെ തന്നെ ഒരു ഹൈലി സ്റ്റിമുലേറ്റഡ് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്താണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉറക്കം തൂങ്ങിയ സ്റ്റേറ്റിലാണ് പഠിക്കാനിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി, നിങ്ങൾ പഠിക്കുന്ന രീതി ഒക്കെ എങ്ങനെ ആയിരിക്കും? ആ ഒരു ഉറക്കം തൂങ്ങിയ പോലെ തന്നെ ആയിരിക്കും. സോ മോർണിംഗ് റൂട്ടീൻ ഈസ് ക്രൂഷ്യൽ ഹിയർ. മാക്സിമം ഒരു 1 hour ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ 15 സ്റ്റെപ്പുള്ള മോർണിംഗ് റൂട്ടീനൊന്നല്ല ചെയ്യുന്നത്. നമ്മളിവിടെ പ്രൊഡക്ടിവിറ്റിക്ക്, അതേപോലെ തന്നെ ഫോക്കസിന്, അതുപോലെ തന്നെ നമ്മളെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് മോർണിംഗ് റൂട്ടീൻ ചെയ്യുന്നത്. സോ മോർണിംഗ് റൂട്ടീനിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഒരു ലൈറ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ലൈറ്റ് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഹെവി വർക്കൗട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ജസ്റ്റ് ഒന്ന് നടക്കുകയോ കുറച്ച് സ്ട്രെച്ചിങ്ങോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ആക്റ്റീവ് ആവാൻ തുടങ്ങി. സോ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും, നിങ്ങളെ ബോഡിയൊക്കെ ഒന്ന് ചൂടാവാൻ തുടങ്ങും. അതുപോലെ തന്നെ കോർട്ടിസോളിൻ്റെ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ എപ്പോഴും ചീത്ത സംഭവമല്ല, നമുക്ക് അത് അത്യാവശ്യമാണ് രാവിലെ എണീക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കോൾഡ് ഷവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡോപ്പമിൻ ഉണ്ടല്ലോ, ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കുന്ന ഹോർമോൺ, അത് 250% കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അത് ക്രാഷ് ഇല്ലാതെ കുറേ നേരം നിൽക്കും ചെയ്യും. നമ്മളെ മൂഡ് പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും, നമുക്ക് പെട്ടെന്ന് ഫോക്കസും അലേർട്ട്നെസ്സും ഒക്കെ വരും. അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റ്, നമ്മളൊരു ഉറക്കം തൂങ്ങി ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു അലേർട്ടായ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. പിന്നെ മൂന്നാമത്തെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് മെഡിറ്റേഷൻ. സിംപ്ലി നമ്മളിവിടെ ഫോക്കസിന് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രെത്തിൽ ഫോക്കസ് ചെയ്താണ്ട് ഡീപ്പ് ബ്രെത്ത് ഇൻഹേൽ ചെയ്താണ്ട് ഡീപ്പ് ബ്രെത്ത് എക്സേൽ ചെയ്താണ്ട് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ആ ഒരു ബ്രെത്തിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ചിന്ത പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ ചിന്ത വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാം. ഒരു ക്ലോക്ക് ടൈമറോ, ഫോണത്തെ ടൈമറോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസൈറ്റ് ടൈമർ എന്ന് പറഞ്ഞ ആപ്പൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും.